മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ഇന്നത്തെ ഫാമിലി റൗണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇന്ന് ഫാമിലി റൗണ്ടിൽ വന്ന 3 ഫാമിലിക്കും, അതായത് ഒനിൽ, നെവിൻ, ലക്ഷ്മി, ഇവരുടെ 3 പേരുടെ ഫാമിലിക്കും സംസാരിക്കാനായി ബിഗ് ബോസ് ഒരു അവസരം നൽകുന്നു. ലക്ഷ്മിയുടെ അമ്മയാണ് ആദ്യം വന്ന് സംസാരിക്കുന്നത്. ആദ്യം സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ വീട് അമ്പലപ്പുഴയിലാണ്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതിനുശേഷമാണ് ലക്ഷ്മിയുടെ അമ്മയ്ക്കൊരു മണ്ടത്തരം പറ്റിയത്. ആദിലയും നൂറയും വീട്ടിലേക്ക് വരണം, ലക്ഷ്മി നിങ്ങളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വന്ന് സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്നതാണ്. ആദിലയും നൂറയും ഒന്ന് ചിരിക്കുക മാത്രമാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഒരു കാര്യം അവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ആദിലയ്ക്കും നൂറയ്ക്കും എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാലും മതിയായിരുന്നു. ആദിലയ്ക്കും നൂറയ്ക്കും എൻ്റെ വീട്ടിലേക്ക് വരാം, ഇവൾ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാമെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇപ്പോഴെന്തായാലും ചർച്ചാ വിഷയമാകുന്നത്. ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മിക്കൊരു പാരയാകുമോ എന്നാണ് ഇപ്പോൾ സംശയം. കാരണം അതിനുശേഷം നല്ല രീതിയിൽ ലക്ഷ്മിക്ക് വോട്ട് കുറയുന്നുണ്ട്. നൂറയെയും ആദിലയും അപമാനിക്കുന്നതിന് തുല്യമായി പോയി. കാരണം ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അമ്മയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അബദ്ധം പറ്റി എന്ന് തോന്നിയിട്ടാണോ എന്നറിയില്ല. അതിനുശേഷം ലക്ഷ്മിയുടെ അമ്മ പറയുന്നത് എൻ്റെ ഇളയ മകൾ പാർവതിയെ പോലെയാണ് നൂറ ഇരിക്കുന്നത് എന്ന്. എന്തായാലും ലക്ഷ്മിയുടെ അമ്മയുടെ ഈ ഒരു സംസാരം കാരണം ലക്ഷ്മിക്ക് കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ. ചിലർ അത് തമാശയ്ക്കാണ് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതെന്ന് പറയുന്നവരുണ്ട്. ചിലർ അത് അപമാനിച്ചതിന് തുല്യമാണ്, വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ലക്ഷ്മിയെ വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കുമെന്നാണ്. കാരണം ആ രീതിക്കാണ് വോട്ടിംഗ് കുറവ് ലക്ഷ്മിക്കിപ്പോൾ വരുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.